നീതി ആയോഗ് യോഗത്തിൽ മമത ഒരു നാടകം കളിച്ചു. ആ നാടകം നിർമ്മല സീതാരാമൻ പത്തിക്ക് തന്നെ അടിച്ചങ്ങ് താഴ്ത്തി. നീതി ആയോഗ് യോഗത്തിൽ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന മമതാ ബാനർജിയുടെ ആരോപണം അപ്പാടെ തള്ളുകയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. മനഃപൂർവ്വം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ചെയ്തതെന്ന് നിർമ്മല പറഞ്ഞു. അനുവദിച്ച മുഴുവൻ സമയവും സംസാരിക്കാൻ മമതാ ബാനർജിക്ക് അവസരം നൽകുകയുണ്ടായിരുന്നു. സംസാരിക്കാൻ കൂടുതൽ സമയം വേണമായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു, ചോദിച്ചാൽ കൊടുക്കുമായിരുന്നു. അത് അവർ ആവശ്യപ്പെട്ടിരുന്നില്ല എന്നും അത് അവർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ആ സമയം അനുവദിക്കുമായിരുന്നു. പക്ഷേ മമതാ ബാനർജി സമയം കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടതുമില്ല. തനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല എന്ന് മാധ്യമങ്ങളോടാണ് പിന്നീട് മമതാ ബാനർജി പറഞ്ഞത്. അത് പെരും നുണയാണ് എന്ന് നിർമ്മല തന്നെ പറഞ്ഞു. പശ്ചിമ ബംഗാളിന് വേണ്ടിയും പ്രതിപക്ഷത്തിനുമായാണ് താൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് മമത പ്രസംഗം തുടങ്ങിയത്. അതിനുശേഷം അവരുടെ പ്രസംഗം ഞങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു. എന്നാൽ വേഗത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ച് അവർ സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയായിരുന്നു. മമതയുടെ ലക്ഷ്യം ഒരു അടി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മമത ഇതിൽ പങ്കെടുക്കാൻ എത്തിയത് എന്നത് വ്യക്തമാണ്. അതായത് പ്രതിപക്ഷ പാർട്ടികളെയെല്ലാം മോദി സർക്കാർ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എടുത്ത് അവർക്കൊരു വിലയും നൽകുന്നില്ല, അല്ലെങ്കിൽ അവരെ എടുത്ത് പുറത്തേക്ക് കളയുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കാനാണ് മമത അവിടെ കളിച്ചത്. പക്ഷേ അതാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. യോഗം നിയന്ത്രിച്ച കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിനോട് കൂടുതൽ സമയം അവർ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് നിർമ്മല സീതാരാമൻ തന്നെ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് നീതി ആയോഗ് യോഗത്തിൽ 5 മിനിറ്റ് മാത്രമാണ് തന്നെ സംസാരിക്കാൻ അനുവദിച്ചതെന്ന് മമതാ ബാനർജി പറഞ്ഞു. സംസാരിക്കുന്നതിനിടെ തന്റെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു. യോഗത്തിൽ താൻ അപമാനിക്കപ്പെട്ടുവെന്ന് മമതാ ബാനർജി പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളെ വേർതിരിച്ച് കാണിക്കരുതെന്ന് താൻ യോഗത്തിൽ പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ പറയണമെന്ന് തനിക്കുണ്ടായിരുന്നു. എന്നാൽ 5 മിനിറ്റ് മാത്രമാണ് സംസാരിക്കാൻ അനുവദിച്ചത്. തനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം 10 മുതൽ 20 മിനിറ്റ് വരെ സംസാരിച്ചുവെന്നും പ്രതിപക്ഷത്ത് നിന്ന് താൻ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തതെന്ന് മമത പറഞ്ഞു. എന്നിട്ട് പോലും തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല. ഇത് അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മമതാ ബാനർജി വ്യക്തമാക്കി. അതായത് നിർമ്മല സീതാരാമൻ പറയുന്നതും അതുപോലെ തന്നെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട്. മമതയ്ക്ക് സംസാരിക്കാനായിട്ട് സമയം അനുവദിച്ചതാണ്. പക്ഷേ ഒരു 2 മിനിറ്റ് കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മൈക്ക് ഓഫ് ആക്കി വെച്ച് പോകുന്നു. പിന്നെ ആ മൈക്ക് അവിടെ നിന്ന് ഓൺ ആക്കിയിട്ടില്ല. ഓൺ ആക്കാൻ വേണ്ടിയും അവിടെ നിന്ന് ഡൈസിൽ നിന്നും നിർദ്ദേശം കിട്ടിയെങ്കിലും മമത മനഃപൂർവ്വം കൊണ്ട് ഓൺ ആക്കിയില്ല. അതായത് മൊത്തത്തിൽ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ അംഗങ്ങളെ ഒന്നും ഒരർത്ഥത്തിൽ മമത ചെയ്ത ഒരു നാടകം അവിടെ പാളിപ്പോയതിന്റെ പ്രധാന കാരണം ജനങ്ങളെ മുന്നിൽ വരുത്തിക്കാൻ വേണ്ടി മമത കാണിച്ചത് കേന്ദ്ര സർക്കാർ ജനങ്ങളെയെല്ലാം തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നതൊന്നും കേന്ദ്ര സർക്കാർ കേൾക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനാണ് മമത അവിടെ ഒരു നാടകം കളിച്ചത്. പക്ഷെ ആ നാടകമാണ് അവിടെ തെളിവ് സഹിതം പൊളിച്ചത്. മമതയ്ക്ക് വേണമെങ്കിൽ ഒരു യഥാർത്ഥ ഒരു ആത്മാർത്ഥമായ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലാണ് മമത നീതി ആയോഗിന്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന പശ്ചിമ ബംഗാളിലേക്ക് വേണ്ടി കൂടുതൽ സഹായങ്ങൾ ചോദിക്കാമായിരുന്നു. അത് ചോദിച്ചുവെങ്കിൽ അവർ അത് പരിഗണിച്ച് അതിന് വേണ്ട ഉള്ള നടപടികൾ എടുക്കുമായിരുന്നു. പക്ഷേ അവിടെ ഒരു വൃത്തികെട്ട ഒരു തേർഡ് റേറ്റ് രാഷ്ട്രീയം കാണിക്കാനാണ് മമത അവിടെ കാണിച്ചത്. അത് മമത പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് തന്നെയാണ് അവിടെയും കാണിച്ചത്. അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കി അതിനെ അലങ്കോലമാക്കുക, അതാണ് മമത പശ്ചിമ ബംഗാളിൽ കാണിക്കുന്നത്. അതേപോലെയാണ് ഇവിടെയും നീതി ആയോഗിന്റെ യോഗത്തിലും അവിടെ കാണിച്ചത്. പക്ഷേ നിർമ്മല സീതാരാമനും ഉടനെ തന്നെ ഈ കള്ളത്തനങ്ങളെല്ലാം പൊളിച്ചടിക്കുന്നത് കൊണ്ട് തന്നെ നാണം കെട്ട ഒരു അവസ്ഥയിലേക്ക് മമത എത്തി എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം.